സ്വാമി പറഞ്ഞറിവാ ആദ്യം കണ്ടത് അവനാണല്ലോ. അവര് പോയ ശേഷം അവന്റെ സ്വഭാവത്തില് ആകെപ്പാടെ ഏതാണ്ടോ പോലെയാ, ഒരു പിരിവിരിപ്പ്. തോട്ടത്തിന്ന് കൊണ്ടുവന്ന ചുക്ക ഇതുള്ളതുകൊണ്ടാ ഈ കന്നം തിരിഞ്ഞ ചുമ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. ടേസ്റ്റ് ചെയ്യുന്നോ? വേണ്ട. ഏയ് വലിച്ചോ വലിച്ചോ, ഇതിവിടെ നിഷിദ്ധമൊന്നുമല്ല. ചുരുട്ടു വലിക്കരുത്. വലിച്ചാ പിന്നെ എപ്പോഴും കാപ്പി കുടിച്ചോണ്ടിരിക്കേണ്ടി വരും, എന്നെ പോലെ. വലി നിർത്തിയിട്ട് 3 വർഷമായി. അന്നേരം മുതൽ ഈ ചുമയും കൂടെ ഉണ്ട്. നമ്മുടെ ചുരുട്ടുവലി വന്ധ്യപിതാവിന് ഇഷ്ടമല്ല. എന്നാ പിന്നെ അതങ്ങ് നിർത്തിയേക്കാന്ന് വെച്ചു. അതാ കാരണം. വീടിപ്പോ പള്ളിയുടെ വകയാണ്. ആ സക്രിയേം മരിയേം മരിച്ചപ്പോ ആ വീട് പള്ളി അങ്ങ് ഏറ്റെടുത്തു. അതും മറ്റാരെങ്കിലും അവകാശികളുണ്ടോന്ന് നോക്കിയിട്ടാ. 1-2 കൊല്ലം നോക്കിയിട്ടും ആരും വന്നില്ല. അന്നൊക്കെ എല്ലാ ദിവസവും ഇവൻ അവിടെ ചെല്ലും, ഈ ചാമിയെ. എന്നിട്ട് അവിടുത്തെ ഓരോന്നും തൂത്തും തുടച്ചും വൃത്തിയാക്കി വെക്കും. അങ്ങനെ അതെന്താന്ന് ചോദിച്ചാ അവനങ്ങനെ തോന്നി. അതിനിപ്പോ നമ്മളെന്തോ കാരണം പറയാനാ. എന്നിട്ട് ആരോ ഡോക്ടറെ കാണിച്ചില്ലേ? പള്ളിയാ വീട് ഏറ്റെടുത്തപ്പോ ചാമിയോടത്ത് നോട്ടക്കാരനായി അല്ലേ ചു? അതെ, എന്നും ഇവൻ ഇവിടെ വന്ന് താക്കോല് വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ല, ഈ കാത്തലിക്സിന്റെ റിസർച്ച് എന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്നതാണാവോ ഇത്രക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ? കാത്തലിക് മാത്രല്ല അച്ചോ, ക്രിസ്ത്യാനിറ്റി, റിലീജിയൻ കൺവേർഷൻ, ആദിവാസികൾക്കിടയിലുണ്ടായ മതത്തിന്റെ സ്വാധീനം, പിന്നെ പീരുമേടിന്റെ ഇന്നത്തെ വളർച്ചയിൽ കത്തോലിക്ക സഭയുടെ സംഭാവന. അച്ഛനും ഈ പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ റിസർച്ചിൽ. അപ്പൊ കൊള്ളാലോ. എന്നതായാലും ഒരു മുസ്ലിം പെണ്ണ് വന്ന് ഇങ്ങനൊരു തീസിസ് എഴുതി വെക്കുമ്പോ അത് സത്യവാദം മറ്റുള്ളവന്മാരും അങ്ങ് വിശ്വസിച്ചോളൂ, അല്ലയോ പ്രൊഫസറെ? അപ്പോ ഇയാളോ? കുക്ക എന്താ കൈപ്പുണ്യെന്നറിയോ? ആഹാ, എന്നാ പിന്നെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാ ഇയാളെ എനിക്ക് വേണ്ടതാ. എനിക്ക് അല്പം രുചിയുള്ള ആഹാരമൊക്കെ കഴിക്കാമല്ലോ. അതിനെന്താ, അവിടത്തെ പണി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നോട്ടെ, അല്ലേ സച്ചേട്ടാ? എന്നാ പിന്നെ നിങ്ങൾ വാടകയും തരണ്ട. കുക്കിനുള്ള ശമ്പളം കൊടുക്കാതിരുന്നാ മതിയല്ലോ. ഏത് എല്ലാ അച്ഛന്റെ ഇഷ്ടം പോലെ. ഇത് ഞാൻ ആരുടെ തരണ്ടേ? വീടിന്റെ താക്കോലല്ലോ അച്ചോ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന നല്ലത്. വാങ്ങിച്ചോ. ഈ ചുമ മാറാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. അതെന്തുവാ? അച്ഛൻ ആ ചുരുട്ട് വലിയ അങ്ങോട്ട് നിർത്തിയാൽ മതി. എടോ, 3-4 വർഷമായിടോ ഞാനത് നിർത്തിയിട്ട്. തിരുവസ്ത്രം ഇട്ടോണ്ട് കള്ളം പറയല്ലേ ചോ. അച്ഛൻ ഇന്നലെയും കൂടി അത് വലിച്ചു. ഇടനാഴിയിൽ നിന്ന് രാത്രിയിലാ പ്രയോഗം. ചോ, ആ ചുരുട്ട് പൂത്തുപോയിട്ടുണ്ട് കേട്ടോ. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ വെച്ചിരിക്കുന്ന റാക്കിന്റെ അടിയിൽ നിന്ന് ചുരുട്ടെടുത്ത് നോക്കിക്കോ. അപ്പൊ ഈ സംശയം കേട്ടോ. കർത്താവേ, ഉള്ളതാണല്ലോ. ഇത് മുഴുവൻ പൂത്തതാ. ഇയാളിതെങ്ങനെ അറിഞ്ഞു? എന്താ അതിശയവാ. ഇവനാരാ? അന്തിക്രിസ്തുവോ?
എടാ സച്ചി, വാടാ. ശ്രീധർമ്മശാസ്ത്രവേ, അയ്യപ്പ, ഒരു നല്ല കാര്യം തുടങ്ങുമ്പോ തേങ്ങ കൊടുക്കുന്നത് നല്ലല്ലേ? ആ ഈ ഐഡിയക്കാരുടെ ഒരു കാര്യം എവിടെയാ പ്ലിങ് ഉണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അണ്ണാ തേങ്ങ. ഇവിടെ അണ്ണാ വലുത് കയറി. എനിക്ക് ഇടതാ ബാലൻസ്. ഓ, ആരോട് പറയാനാ? ഒരു പ്രേതക്കോട്ടയിലോട്ടാ കേറാൻ പോകുന്നേ. അയ്യപ്പ വിഘ്നേശ്വര, എന്നെ മാത്രം രക്ഷിക്കണേ. എന്റെ അമ്മോ! ഇയാളെന്താണോ ഈ വീട് പ്രസവിച്ചോ? ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? ചാമിക്ക് ചാമിയുടെ വഴിയുണ്ട്. ചാമി അതുവഴി വരും. ഉണ്ണികൃഷ്ണ, നിന്നെ നീ തന്നെ ശ്രദ്ധിച്ചോണേ മോനെ. കൂടെ ഉള്ളവരൊക്കെ വമ്പൻ കുഴപ്പക്കാരാ. നിനക്ക് നീ എത്തണം. ശബരിമല ശ്രീ ശാസ്താവേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. പേടിക്കണ്ട, തൊടില്ല. ഇത് മറിയ കൊച്ചിൻ്റെതാ. ഈ പിയാനോയുടെ തിളക്കം കണ്ട അറിയാം മറിയ കൊച്ചിനോട് നിങ്ങൾക്കുള്ള സ്നേഹം. Boy. എന്റെ അമ്മോ, എന്തോന്നുള്ളത്? ജീവിതമാണത്. ഇഷ്ടപ്പെട്ടതൊക്കെ ഒപ്പിവെച്ചിരിക്കുന്ന സക്രയുടെ കൊതിപ്പിക്കുന്ന ജീവിതം. ദീപം 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 ദീപം. അയ്യപ്പ ഭഗവാനെ കാത്തോളെ രക്ഷിക്കണേ. അണ്ണാ, എല്ലാ കാര്യങ്ങളും മംഗളമായി കലാശിക്കാൻ ഒന്ന് തൊഴുതു പോയിക്കോളൂ. ഓ, ഈ കേസിന് ഒരു തുമ്പുണ്ടാവണമെങ്കിലേ നമ്മൾ മെനക്കെടണം. അല്ലാതെ കരിക്കും വെള്ളം നിറയ്ക്കുന്ന ആ മാമനുണ്ടല്ലോ ഹെൽപ്പാൻ വരത്തില്ല. അയ്യപ്പ സ്വാമിയാ നീ നിൽക്കുന്നേ, ഒന്ന് പറഞ്ഞു കൊടുക്കണ. വാവരുടെ ആൾക്കാർ ഇത്തിരി നിന്നിച്ചാലേ അയ്യപ്പസ്വാമി അതങ്ങ് ക്ഷമിച്ചോളും. അവര് തിക് ഫ്രണ്ട്സാ. മിസ്റ്റർ സച്ചി, നിങ്ങളുടെ ഈ കോണോത്തല മൗനുണ്ടല്ലോ, അതെന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു. എന്റെ അയ്യപ്പ, ഈ നാശങ്ങളോടൊന്നും ക്ഷമിച്ചേക്കണേ. ഈ ന്യൂസൻസ് ഒക്കെ എന്ത് പണ്ടാരത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്താ സച്ചേട്ടാ? ഫ്രെഡി വന്ന ക്രിസ്മസ് രാത്രിയില് ഇപ്പൊ നീ പറഞ്ഞ അതേ വാക്കുകൾ മരിയയും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
എന്താ സച്ചേട്ടാ? നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഈ പ്രേമം ഉടഞ്ഞതിന്റെ വേദന മനസ്സിലാവും. എന്നുവെച്ചാ എന്നുവെച്ചാ നീ ആരെങ്കിലും ഒന്ന് പ്രേമിച്ചു നോക്ക്, അത്ര തന്നെ. നിങ്ങൾക്ക് വട്ട. അണ്ണാ, ഉം. ഈ വണ്ടി ഇപ്പോഴും നല്ല കണ്ടീഷനാ. ഇതിൽ നിങ്ങൾ ഹണ്ടിങ്ങിന് പോയിരുന്നോ? പിന്നെ അച്ഛനതൊരു ഹരമായിരുന്നു. എന്നിട്ട് എന്നെങ്കിലും കിട്ടുമായിരുന്നോ? നീ എന്താ പെട്ടെന്ന് പീരിമേടുകാരനായോ? ഒരു എന്നായെങ്കിലും. എന്നിട്ട് വേട്ടക്ക് പോയിട്ട് ഓ, എന്നാ കിട്ടാനാ, അച്ഛൻ ഒന്നും ഇല്ലെന്നേ. പിന്നെ മരിയെ കൊച്ചു കളിയാക്കാതിരിക്കാൻ വല്ല കാട്ടുമല്ലേ കാശ് കൊടുത്തും മേടിച്ചോണ്ട് വരും. അതാ അച്ഛൻ്റെ വേട്ട. അതെ. വേട്ടക്ക് പോകുമ്പോ സക്രിയ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. തന്നെ കൊണ്ട് വണ്ടി തൊടിയിക്കില്ലായിരുന്നു അല്ലേ? അത് സാറിന് എങ്ങനെ അറിയാം? ചിലതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ചാമി, പറയാതെ തന്നെ. मुझे चलते जाना है. തനിക്ക് എന്നാത്തിന്റെ കേടാടോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? എന്നാ മുടിഞ്ഞ സൗന്ദര്യാവണ്ടേ നിനക്ക്? സച്ചേട്ടാ, ഒക്കെ ശരിയാവും. നിങ്ങളെ കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഒക്കെ കിട്ടും. ദാ സച്ചേട്ടാ, അല്പം മദ്യം ബോധത്തെ തെളിക്കുന്നടി. ഡിസൈക്കോ, നീ എന്താ പിണങ്ങിപ്പോ?